ലോകത്ത് വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് തോറിയം എന്ന് പറയുന്നത്. ലോകത്താകെയുള്ള തോറിയം നിക്ഷേപത്തിന്റെ 25% നമ്മുടെ ഇന്ത്യയിലാണ്. എന്ന് വെച്ചാൽ ഏകദേശം 8,46,000 ടണ്ണ് മുതൽ ഏതാണ്ട് 10,70,000 ടണ്ണ് വരെയാണ് ഏകദേശം ഇന്ത്യയിലുള്ള തോറിയം നിക്ഷേപം എന്ന് പറയുന്നത്. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ബ്രസീൽ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ വരുന്നത്. പിന്നീട് അമേരിക്കയും ഖസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഒക്കെ കഴിഞ്ഞിട്ടാണ് ചൈന വരുന്നത്. ഈ ഇന്ത്യയിൽ തന്നെ നമ്മുടെ തമിഴ്നാട്, കേരളം, അതുപോലെ ഒഡീഷ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ തീരദേശ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അധികം തോറിയം നിക്ഷേപം കാണപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ട് തോറിയത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ സന്തോഷത്തോടെ ഒരു വാർത്ത പങ്കുവച്ചു. ഇന്ത്യയിലെ ത്രിതല ആണവോർജ പദ്ധതിയിലെ നിർണായകമായ 2ാം ഘട്ടത്തിന് തുടക്കമായിരിക്കുകയാണ്. എങ്ങനെയെന്നാൽ കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തനക്ഷമമായിരിക്കുകയാണ്. ഇത് ഇന്ത്യ തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത റിയാക്ടറാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റിയാക്ടർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിനെ ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇത് വ്യത്യസ്തമാവുന്നത്. അതായത് നിലവില് റഷ്യയ്ക്ക് ശേഷം ഈ ഒരു സാങ്കേതിക വിദ്യ വാണിജ്യാടിസ്ഥാനത്തിൽ കൈവശമുള്ള ഏക രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ 3 ഘട്ടങ്ങളായിട്ടുള്ള ആണവോർജ പദ്ധതിയിൽ 2ാം ഘട്ടത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് നമ്മളിപ്പോൾ പൂർത്തിയാക്കിയത്. ഭാരതീയ നാഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡ് ആണ് പൂർണ്ണമായിട്ടും ഈ ഒരു റിയാക്ടർ തദ്ദേശീയമായിട്ട് തന്നെ ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ ഉൽപാദന ശേഷി 500 മെഗാവാട്ടാണ്. പ്ലൂട്ടോണിയവും യുറേനിയവും ചേർന്ന മിശ്രിതം തന്നെയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഉപയോഗിക്കുന്ന ഇന്ധനത്തെക്കാൾ കൂടുതൽ ഇന്ധനം ഇതിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ബ്രീഡർ റിയാക്ടർ എന്ന് വിളിക്കുന്നത്. ഉയർന്ന താപം നിയന്ത്രിക്കാൻ ദ്രവരൂപത്തിലുള്ള സോഡിയം ആയിരിക്കും ഇതിൽ ഉപയോഗിക്കാൻ സാധ്യത. ഈ ഒരു റിയാക്ടർ തദ്ദേശീയമായിട്ട് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതിലൂടെ നമ്മൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. അവിടെയാണ് ഇതിലെ ശരിക്കും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ തോറിയം ഉപയോഗത്തെക്കുറിച്ചും നിക്ഷേപത്തെക്കുറിച്ചും പറഞ്ഞായിരുന്നു. ഇന്ത്യയുടെ പക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ തോറിയം നിക്ഷേപമുണ്ട്. പക്ഷേ ഉണ്ടായിട്ട് കാര്യമില്ല, കാരണം നമുക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ ആണവ പദ്ധതികൾക്ക് യുറേനിയം ആയിരുന്നു ആവശ്യമായിട്ടുണ്ടായിരുന്നത്. നമ്മൾ അത് വലിയ വില കൊടുത്ത് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയേറെ തോറിയം നിക്ഷേപം ഉണ്ടായിട്ടും നമ്മൾ നിസ്സഹായരായിരുന്നു. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ തോറിയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, വലിയ വിഷനോട് കൂടിയിട്ടുള്ള ആ ഒരു പദ്ധതിയിലേക്കാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു വലിയ ചുവടുവയ്പ്. അടുത്തതായിട്ട് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പക്കലുള്ള ഈ ഒരു തോറിയം നിക്ഷേപത്തെ ഉപയോഗപ്പെടുത്തുക. അതിന് ഇപ്പോൾ നമ്മൾ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ പ്ലാന്റിന് ശേഷം അതിന്റെ 3ാം ഘട്ടം എന്ന് പറയുന്നത് തോറിയം ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യുറേനിയം ഇറക്കുമതി കുറയ്ക്കാനും ആഭ്യന്തരമായിട്ട് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ഇതിലൂടെ നമുക്ക് സാധിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നേട്ടത്തെ ഇന്ത്യയുടെ സിവിൽ ആണവ യാത്രയിലെ നിർണായകമായ ചുവടുവയ്പ്പെന്നാണ് വിശേഷിപ്പിച്ചത്. രാജ്യത്തെ ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും ഒക്കെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ വലിയൊരു മുന്നേറ്റമായിട്ടും അദ്ദേഹം ഇതിനെ ചൂണ്ടിക്കാട്ടി. നിലവിൽ ഈ പ്ലാന്റ് വിജയകരമായതോടെ ഇത്തരത്തിലുള്ള 2 യൂണിറ്റുകൾ കൂടി ഓരോന്നും 600 മെഗാവാട്ട് ശേഷിയുള്ളവയായിരിക്കും. ഇത് കൽപ്പാക്കത്ത് തന്നെ നിർമ്മിക്കാനായിരിക്കും ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുക. 2026 സെപ്റ്റംബറോടെ ഈ പ്ലാന്റിൽ നിന്നുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് പൂർണ്ണമായിട്ടും നൽകി തുടങ്ങുമെന്നാണ് കരുതുന്നത്. നിലവിലിപ്പോൾ നമുക്ക് ഈ ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അതിലൊന്ന് ഊർജ്ജ സ്വയം പര്യാപ്തതയാണ്. ഇന്ത്യയിലെ സാധാരണ ആണവ നിലയങ്ങൾക്ക് ഇന്ധനമായിട്ട് വേണ്ട യുറേനിയം നമ്മുടെ നാട്ടിൽ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ ഒരു പുതിയ റിയാക്ടർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇന്ത്യയെ ഊർജ്ജ കാര്യങ്ങളിൽ സ്വയം പര്യാപ്തമാക്കും. 2 തോറിയം യുഗത്തിലേക്കുള്ള ഒരു വഴിയാണ് ഇത് തുറന്നിടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തോറിയം നിക്ഷേപമുള്ള നമുക്ക് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ആണവ പദ്ധതിയുടെ 3ാം ഘട്ടത്തിൽ തോറിയം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കണമെങ്കിൽ ഈ 2ാം ഘട്ടമായിട്ടുള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വിജയിക്കണമായിരുന്നു. ഇത് വരും നൂറ്റാണ്ടുകളിൽ ഇന്ത്യക്ക് ആവശ്യമായ വൈദ്യുതി മുഴുവൻ നൽകാൻ പര്യാപ്തമാണ്. 200 വർഷത്തേക്കെങ്കിലും നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. സാധാരണ ആണവ റിയാക്ടറുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വലിയ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ ഈ അവശിഷ്ടങ്ങളെ വീണ്ടും ഇന്ധനമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് ആണവ മാലിന്യത്തിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കാനാണ് സഹായിക്കുന്നത്.
ഈ സാങ്കേതികവിദ്യ പൂർണ്ണമായും വികസിച്ച് വാണിജ്യ അടിസ്ഥാനത്തിലായി കഴിഞ്ഞാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ കുറഞ്ഞ ചിലവില് വൈദ്യുതി ലഭ്യമാക്കാൻ സാധിക്കും. ഇത് നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണമാവുകയും വൻതോതിലുള്ള ഡെവലപ്മെന്റിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും അതോടൊപ്പം തന്നെ ബിസിനസ് സംരംഭങ്ങൾ രാജ്യത്ത് കുതിച്ചുയരുന്നതിനും ഇത് കാരണമായി തീരുകയും ചെയ്യും. കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി ലഭ്യമായി തുടങ്ങിയാൽ തന്നെ ഒരു രാജ്യത്തിന് വളരെ വേഗത്തിൽ എക്കണോമിക്കലി ഗ്രോ ചെയ്യാൻ കഴിയും. കാരണം ഇന്നത്തെ കാലത്ത് വൈദ്യുതി എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിനും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ്. തടസ്സമില്ലാത്ത വൈദ്യുതി അല്ലെങ്കിൽ എനർജിയാണ് ഏറ്റവും പ്രധാനമായിട്ട് പൊതുവെ നമുക്കിന്ന് വേണ്ടത്. കൽക്കരിയും പെട്രോളിയവും കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇത് ഇന്ത്യക്ക് വലിയൊരു ആശ്വാസമാകും. നിലവിൽ റഷ്യയ്ക്ക് മാത്രമാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ ഈ സാങ്കേതികവിദ്യ ഉള്ളത്. അമേരിക്കയും ജപ്പാനും ഫ്രാൻസും പോലും പരീക്ഷിച്ചു പരാജയപ്പെട്ട ഇടത്താണ് ഇന്ത്യ ഇത് വിജയകരമായി നടപ്പിലാക്കിയിരിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശാസ്ത്രീയമായ കരുത്ത് വർദ്ധിപ്പിക്കുകയും വൻ ശക്തി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ നേട്ടമാണ്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഭാവി തലമുറകൾക്ക് പരിസ്ഥിതി സൗഹൃദവും കൂടുതൽ സുരക്ഷിതവുമായ രീതിയിൽ അളവുറ്റ ഊർജം നൽകാനുള്ള താക്കോലായിട്ട് നമുക്ക് ഈ നേട്ടത്തെ കാണാം. ഇതിന്റെ അടുത്ത ഘട്ടമായ തോറിയം കൂടി നമ്മൾ ഉപയോഗിച്ചു തുടങ്ങുന്നതോടെ നമുക്ക് നമ്മുടെ ആണവ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല എന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും അധികം തോറിയം നിക്ഷേപമുള്ള നമുക്ക് അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാകാം, അല്ലെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിൽ ഇതിലൂടെ തെളിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.